കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ടീം കോൺഗ്രസ് വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നാടിനൊപ്പം ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഗാലക്സി ചിട്ടികൾ. കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി അതിനാവശ്യമില്ല. പുതിയ ഭവനം, കുട്ടികളുടെ പഠനം തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണോ? എന്തിനും കുമളി KSFE ശാഖ നിങ്ങളോടൊപ്പം. കുറഞ്ഞ മാസത്തവണയിൽ 10 ലക്ഷം രൂപയുടെ ചിട്ടികൾ ഓരോ മാസവും 10,000 രൂപ വീതം 100 തവണയിൽ. 2-ാം മാസം മുതൽ 7,500 രൂപ മാത്രം. ഇതോടൊപ്പം 3 ലക്ഷം രൂപയുടെ മറ്റൊരു ആകർഷകമായ ചിട്ടി. തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് സുരക്ഷിതമായ ജീവിതമൊരുക്കുന്നതിനും സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു വീട്, ജീവിതമാർഗത്തിന് സാമ്പത്തിക ഭദ്രത എന്നീ മോഹങ്ങൾ നെഞ്ചിലേറ്റിയാണ് അവർ മണലാരണ്യത്തിലേക്ക് പറന്നകന്നത്. എന്നാൽ ഭൂമിയിലെ പൊള്ളുന്ന ചൂടിൽ ജോലികൾക്ക് ശേഷം സ്വപ്നങ്ങൾ നെയ്ത് വിശ്രമിക്കുന്ന സ്ഥലത്തുണ്ടായ അഗ്നിബാധ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ പൊള്ളിക്കുന്ന തീക്കണ്ണീരായി മാറ്റുകയായിരുന്നു. പ്രവാസമില്ലാത്ത ഈ ലോകത്തു നിന്നും യാത്രയായവർക്കാണ് ടീം കോൺഗ്രസ് വണ്ടിപ്പെരിയാറിന്റെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയും ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം 45 വിദ്യാർത്ഥികൾ മരിച്ചത് കേരളത്തിൽ നിന്ന് ആളുകൾ തന്നെ 25ഓളം പേരുണ്ട്. ഈ സംഭവം നമ്മളെല്ലാവരെയും വളരെയധികം. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത്, അഡ്വക്കേറ്റ് ശ്രീയക് തോമസ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ, നേതാക്കളായ PT വർഗീസ്, ഷാരി ബിനുശങ്കർ, VC ബാബു, VG ദിലീപ്, പ്രിയങ്ക മകേഷ്, വനിതാ മുരുകൻ, N മകേഷ് തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.